ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലെ ഫൈനൽ പാർട്ടായ റെൻഡറിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ നമ്മൾ വർക്ക് ചെയ്ത പ്രോജക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അതല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെൻഡറിങ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എഫക്ട്സിൽ റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ടൈറ്റിൽ തന്നെ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കോമ്പോസിഷനിൽ ആഡ് ടു റെൻഡർ ക്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഇതിന്റെ റെൻഡറിങ് സെറ്റപ്പ്. ഇവിടെ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുകയോ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇത് അൺഡോക്ക് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ റീസെന്റ് ആയിട്ട് റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്ത ഐറ്റംസ് ഇവിടെ നമുക്ക് ഓർഡറിൽ കാണാവുന്നതാണ്. ഇത് ഞാൻ മുമ്പ് റെൻഡർ ചെയ്ത ഫയൽസ് ആണ്. ഇവിടെ നമുക്ക് ടിക്ക് ചെയ്തത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത ഐറ്റം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത ശേഷം കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടി കാണിക്കുന്നു. ഇവിടെ കോമ്പോസിഷനിൽ ആഡ് ടു റെൻഡർ ക്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ ഒരു കോമ്പോസിഷൻ മാത്രമാണ് ഇവിടെ വന്നത്. ഇവിടെ ഞാൻ കോമ്പോസിഷൻ റീനെയിം ചെയ്യുന്നു. കോമ്പോസിഷൻ സെറ്റിംഗ്സിൽ ഇവിടെ നമുക്ക് ടു റെൻഡർ എന്ന് ഞാൻ റീനെയിം ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്കിത് ആഡ് ടു റെൻഡർ ക്യൂയിലേക്ക് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ ഒരു ഐറ്റം നമുക്കിവിടെ ടു റെൻഡർ എന്ന ഓപ്ഷനിൽ ടു റെൻഡർ എന്ന നെയിമിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ റെൻഡർ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ നമുക്കിവിടെ ബെസ്റ്റ് സെറ്റിംഗ്സ് ആണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ ബെസ്റ്റ് സെറ്റിംഗ്സ് തന്നെ ഓക്കെ അടിക്കുന്നു. കൂടാതെ ഇവിടെ ഔട്ട്പുട്ട് മോഡ്യൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ AVI, F4V, FLV, H264, അതുപോലെ JPEG സീക്വൻസ്, PNG സീക്വൻസ്, അതുപോലെ WMA എന്നിങ്ങനെ വ്യത്യസ്തമായ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ക്വിക്ക് ടൈം സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ കംപ്രഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ക്വിക്ക് ടൈം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോർമാറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിന്റെ കംപ്രഷൻ കോഡക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ആനിമേഷൻ സെലക്ട് ചെയ്യാം. ആനിമേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അൺകംപ്രസ്ഡ് ക്വാളിറ്റിയാണ്, മാക്സിമം ക്വാളിറ്റി ഉണ്ടാകും. പക്ഷേ അപ് ടു 10 GB അതല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതലായിട്ട് വളരെയധികം സൈസ് വരികയും അത് നമുക്ക് പ്ലേബാക്ക് സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് കോഡക്സ് യൂസ് ചെയ്ത് കംപ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് നോർമലി ഫോട്ടോ JPEG ഉപയോഗിച്ച് കംപ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞ സൈസിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് CS4 CS5 ഒക്കെ ഇവിടെ H264 എന്ന കോഡക്ക് ഉണ്ട്. ഇത് വളരെ ചെറിയ സൈസും നല്ല ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ H264 സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ചാനൽസ്, RGB ഇതെല്ലാം ഡീഫോൾട്ട് ആണ്. ഇവിടെ ഓഡിയോ നമ്മൾ ഇതിന്റെ കൂടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഓഡിയോ ഔട്ട്പുട്ട് എനേബിൾ ചെയ്യണം. ഇവിടെ എനിക്ക് ഓഡിയോ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഓഡിയോ ഡിസേബിൾ ചെയ്യാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ടു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എവിടേക്കാണോ നമ്മൾ ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പിലേക്കാണ് റെൻഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ സേവ് കൊടുത്ത് ജസ്റ്റ് റെൻഡർ ക്ലിക്ക് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് റെൻഡറിങ്ങിന്റെ ഗ്രാഫ് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒന്നിലധികം കോമ്പോസിഷൻ ഒരേ ടൈം തന്നെ ആഡ് ടു റെൻഡർ ക്യൂ ആഡ് ചെയ്ത് ഇവിടെ ക്യൂയിലേക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ റെൻഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ പ്രകാരം ആഫ്റ്റർ എഫക്ട്സ് റെൻഡർ ചെയ്യുന്നതാണ്. ഇതേപോലെ നമുക്ക് വീഡിയോസും ഇമേജസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ആനിമേഷനും നമുക്ക് റെൻഡർ ക്യൂ ഉപയോഗിച്ച് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് പോസ് ചെയ്യുകയും റെസ്യൂം ചെയ്യുകയും ചെയ്യാവുന്നതാണ്.
ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് മോഡ്യൂൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെൻഡർ ചെയ്ത ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ ലൊക്കേഷനിൽ പോയി പ്ലേ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ആയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വളരെ കുറഞ്ഞ സൈസ് ആണ്. ഇവിടെ 15.8 MB ആണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത MOV ഫോർമാറ്റ് ഇവിടെ കാണാം. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.